പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ 4 കുടുംബങ്ങളുടെ കുടിവെള്ള ദുരിതത്തെക്കുറിച്ചുള്ള വാർത്തയോട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതികരിച്ചു. അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് നിത്യരോഗി ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കണമെന്ന് പുത്തഞ്ചിറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി.എ. നദീർ ആവശ്യപ്പെട്ടു. പുത്തഞ്ചിറ കൃഷിഭവന് സമീപം 4 കുടുംബങ്ങൾ കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തെക്കുറിച്ച് മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ പരിസരത്ത് ഏതാണ്ട് 4 കുടുംബങ്ങൾ കുടിവെള്ളം കിട്ടാതെ ഞങ്ങൾക്ക് കുടിവെള്ളം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് കേഴുന്ന ഒരവസ്ഥയുണ്ട്. ഇവിടുത്തെ ഒരു കക്ഷി ഇത് പൊതുവഴിയല്ല, സ്വന്തം വഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ 4 കുടുംബങ്ങൾക്ക് കുടിവെള്ളം നിഷേധിച്ചിരിക്കുകയാണ്. അതിലൊരു കുടുംബത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. ക്യാൻസർ പേഷ്യൻ്റായ, അതായത് നിത്യരോഗിയായ ഒരു വീട്ടമ്മയടക്കമുള്ള കുടുംബങ്ങളാണ് ഇതിനകത്തുള്ളത്. അവർക്ക് കുടിവെള്ളം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. ഏറെ വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ കേസ് ഫയൽ ചെയ്തപ്പോൾ ഏതാണ്ട് 3.5 മീറ്റർ മുതൽ 4 മീറ്റർ വീതി വരെ വഴിയുള്ള ഈ വഴിയെ കേസ് ഫയൽ ചെയ്ത കക്ഷി തന്നെ 3 മീറ്റർ താഴെയാണ് വീതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പ്രദേശത്ത് താമസിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, കുടിവെള്ളം കിട്ടാതെ അധികാരികളുടെ മുന്നിൽ കേഴുന്ന ആ കുടുംബങ്ങൾക്ക് അടിയന്തിരമായി അധികാരികൾ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് നമ്മുടെ പുത്തഞ്ചിറയിൽ കുടിവെള്ളം നിഷേധിക്കപ്പെടുന്ന കുടുംബങ്ങൾ അതാരായാലും ഉണ്ടാവാൻ പാടില്ല. അവർക്ക് കുടിവെള്ളം, ജീവൻ നിലനിർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിവെള്ളമാണ്. ആ കുടിവെള്ളം കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അടിയന്തിരമായി അവർക്ക് കുടിവെള്ളം എത്തിക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വേണ്ടിയിട്ട് പറയാനുള്ളത്.